ഹലോ, വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷീഫ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഒരു വേരിയേഷനും കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഷീഫ് സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ടുള്ള 2 ചെറിയ ഡിസൈനുകൾ നോക്കാം. അപ്പോൾ ഈ ഡിസൈനിൽ നമുക്ക് ആകെ ഷീഫ് സ്റ്റിച്ചും അതുപോലെ പിസ്റ്റൽ സ്റ്റിച്ചും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 2 സ്റ്റിച്ചുകളുടെയും ട്യൂട്ടോറിയൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഐക്കാർട്ടിലും കൊടുത്തേക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവർ അതൊന്ന് പോയി കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഷീഫ് സ്റ്റിച്ച് വെച്ച് ഒരു ചെറിയ ബോ എങ്ങനെ തയ്ച്ചെടുക്കാൻ നോക്കാം. കുഞ്ഞുടുപ്പിലൊക്കെ തയ്ക്കാൻ പറ്റിയ വളരെ ചെറിയ ബോയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ചെയ്തെടുക്കുന്നത് എങ്ങനെ നോക്കാം. ഞാനിവിടെ 2 ലൈൻ ഇട്ടിട്ടുണ്ട്. ഇതിനിടയിൽ ഇങ്ങനെ നിറയെ അടുപ്പിച്ചടുപ്പിച്ച് സാറ്റിൻ സ്റ്റിച്ചാണ് ആദ്യം ചെയ്യേണ്ടത്. ബോ ചെയ്യുമ്പം നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഒരുപാട് അകൽച്ച ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഞാൻ ഇത്രയും വീതിയിൽ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നേരെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ സെൻറ്ററിൽ നമുക്ക് നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കാം. ഞാനിവിടെ ഒരു കോൺട്രാസ്റ്റ് കളർ ത്രെഡ് എടുത്തിരിക്കുന്നത്, സെയിം ഷെയ്ഡ് വെച്ചും വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഈ സെൻറ്ററിൽ നമ്മളിപ്പോൾ കുത്തിയെടുത്തത് മുതൽ മുകളിലേക്കുള്ള ഭാഗം ഹാഫ് പോർഷനില്ലേ, അവിടേക്ക് ഇതുപോലെ നീഡിലിൻ്റെ ബാക്ക് വെച്ച് കോർത്തെടുക്കുക. ഇനി നമുക്ക് ഈ നടുക്കൂടെ വരുന്ന ഈ നോട്ടിൻ്റെ തിക്നെസ് കുറച്ച് മതിയെങ്കിൽ നേരെ ഇതുപോലെ സെൻറ്ററിലേക്ക് കുത്തിയിറക്കുക. ഇനി അതല്ല കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുഴുവത്തിൻ്റെ ഇടയിൽ കൂടെ, എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ ഒന്നും കൂടെ കോർത്തെടുക്കുക. എത്ര തിക്നെസ് വേണോ അത്രയും പ്രാവശ്യം കോർത്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിലേക്ക് കുത്തിയിറക്കുക. ഇനി നമുക്ക് ഈ ബോയുടെ താഴേക്കുള്ള പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് ഈ 2 വശത്തേക്കുള്ള ലൈൻ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ചെടുക്കുക. ബാക്ക് സ്റ്റിച്ചോ ചെയിൻ സ്റ്റിച്ചോ ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്കിതിന് എത്ര ലെങ്ത്ത് വേണോ അവിടെ വരെ ചെയ്യാം. ഇതിപ്പോൾ ഞാനിങ്ങനെ പലതരത്തിൽ പല ഷെയ്ഡിലുമൊക്കെ ബോ ചെയ്തെടുത്തിട്ടുണ്ട്. പല വലിപ്പത്തിലാണ്. ഇത് വളരെ ചെറുതായിട്ടാണ്, കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടിയിട്ട് അങ്ങനെ പല വലിപ്പത്തിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷീഫ് സ്റ്റിച്ച് വെച്ച് ഒരു ചെറിയ ബട്ടർഫ്ലൈ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ വരയ്ക്കുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. മുകൾ വശത്തെ വിഡ്ത്തിനെക്കാട്ടിലും അതിൻ്റെ ഒരു പകുതി വിഡ്ത്ത് മതി താഴെ കൊടുക്കുന്ന വിഡ്ത്ത്. അപ്പോൾ ഇങ്ങനെ ചെരിച്ചായിരിക്കണം വരയ്ക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈക്ക് ഏകദേശം ഒരു 1 ഇഞ്ചോളം മുകളിൽ വിഡ്ത്തും 1/2 ഇഞ്ച് താഴെയും വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഇട്ട് വരയിട്ടേക്കാണ്. ഇനി നമുക്ക് ഈ ലൈനിൻ്റെ ഇടയിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് ഫില്ല് ചെയ്യാം. ഇത് ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഏതെങ്കിലും ഒരു ഷെയ്ഡും കൂടി എടുക്കാം. സെയിം ഷെയ്ഡ് വെച്ച് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളർ എടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ തയ്ച്ചേക്കുന്നതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇത് കുത്തിയെടുക്കാൻ പോവാണ്. ഏകദേശം സെൻറ്ററിലായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് മുകളിലേക്ക് ആ ഹാഫ് പോർഷൻ ഇതുപോലെ അടിയിലൂടെ വലിച്ചെടുത്തു. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിലൂടെ ഒന്നും കൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായി ടൈറ്റ് ചെയ്യുക. എന്നിട്ടിത് നീഡിൽ സെൻറ്ററിലൂടെ താഴേക്ക് കുത്തിയിറക്കുക. രണ്ടാമത് നമ്മൾ ചുറ്റി തയ്ക്കുമ്പോൾ ഇതൊന്ന് ഇറക്കി വലിച്ചു പിടിച്ചോണം, അല്ലെങ്കിൽ ലൂസായി പോവേ. ഇത് നമ്മൾ സെൻറ്ററിൽ തന്നെ വരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 2 വശത്തേക്കുള്ള അകലം
ഒരുപോലെ ഇരുന്നോളും. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് ഈ റെഡ് ഷെയ്ഡ് ത്രെഡ് വെച്ച് തന്നെ ഇതിൻ്റെ രണ്ട് വശത്തേക്കുമായിട്ട് പിസ്റ്റിൽ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. 2 തവണ നീഡിൽ ചുറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തുക. ഈ വശത്തേക്ക് ഇതുപോലെ തന്നെ ഒരു പിസ്റ്റിൽ സ്റ്റിച്ച് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നല്ല ചെറിയൊരു ബട്ടർഫ്ലൈ ആണ്. കുഞ്ഞുടുപ്പിലൊക്കെ ചെയ്യാൻ വളരെ നല്ലൊരു ഡിസൈനാണ്, എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 2 ഷെയ്ഡ് ഇട്ടിട്ട് എങ്ങനെ ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം. ഞാൻ അതിനായിട്ട് ഒരു ഡാർക്ക് പീച്ചും ലൈറ്റ് പീച്ചും എടുത്തിട്ടുണ്ട്. കോൺട്രാസ്റ്റ് വേറെ 2 ഷെയ്ഡായിട്ട് എടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒരേ കളറിൻ്റെ 2 ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ലൈറ്റ് ഷെയ്ഡ് എടുത്തു, ലൈറ്റ് ഷെയ്ഡ് ത്രെഡ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ മുകൾ ഭാഗം മുഴുവൻ ഇത് വെച്ച് തയ്ക്കുക. ഇപ്പം ഞാൻ ഇതിലൊരു 4-5 സ്റ്റിച്ചോളം ഒരു പകുതി കഴിഞ്ഞ് കുറച്ചും കൂടെ വരാവുന്ന പോലെ ലൈറ്റ് ഷെയ്ഡ് ഇട്ടു. ഇനി അതിൻ്റെ ബാക്കിയുള്ളത്, അതായത് 4-3 സ്റ്റിച്ചുകൾ വരും, അത് നമുക്ക് ഡാർക്ക് ഷെയ്ഡ് വെച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ഡാർക്ക് ഷെയ്ഡും തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ സെയിം ത്രെഡ് വെച്ച് തന്നെ കുത്തിയെടുക്കാം. ഇതുപോലെ സെൻറ്ററിൽ നിന്ന് കുത്തിയെടുത്തു. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ നീഡിൽ കോർത്തെടുക്കുക ഹാഫ് മുകളിലേക്ക്. എന്നിട്ട് ഇതിൻ്റെ മുഴുവനും എല്ലാത്തിൻ്റെയും ഇടയിലൂടെ മുകളിലേക്ക് പതുക്കെ നീഡിൽ കോർത്തെടുക്കുക. ക്ലോത്തിൽ കുത്താതിരിക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ടിങ്ങനെ മുകളിലേക്ക് വലിച്ച് ടൈറ്റ് ചെയ്യുക. വലിച്ച് ടൈറ്റ് ചെയ്യുന്ന എപ്പോഴും മുകളിലേക്ക് വലിക്കുക, എന്നാലേ ഇവിടെ നമുക്ക് നല്ല വി ഷേപ്പിൽ താഴെ വരുള്ളൂ. എന്നിട്ട് നല്ലോണം വലിച്ചു പിടിച്ചുകൊണ്ട് നീഡിൽ ഈ സെൻറ്ററിലേക്ക് ഇതുപോലെ കുത്തിത്താത്തുക. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുത്തിയെടുത്ത് നമുക്ക് 2 പിസ്റ്റിൽ സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. ചെറുതായിട്ട് വേണേൽ ചെറുതായിട്ട്, കുറച്ച് നീട്ടി വേണമെങ്കിൽ നീട്ടിയെടുക്കാം. ഇതും നല്ല ഭംഗിയാണ്, 2 ഷെയ്ഡായിട്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് ഓരോ തരത്തിൽ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതിൽ പലതരത്തിൽ പല ഷെയ്ഡിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡബിൾ ഷെയ്ഡ്, ഇത് 2 ഡബിൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നീഡിൽ തന്നെ 2 ഷെയ്ഡ് ത്രെഡ് കോർത്തിട്ട് അത് വെച്ച് ചെയ്തു. എന്നിട്ട് ഡാർക്ക് ഷെയ്ഡ് ഇട്ട് ഈ മുകളിലേക്കും ഈ നോട്ടും കൊടുത്തു. അങ്ങനെ നമുക്ക് പലതരത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഈ 2 ഡിസൈനുകൾ ഇതുപോലെ ചെറുതായിട്ട് ചെയ്താൽ കുഞ്ഞുടുപ്പിലേക്കൊക്കെ പറ്റിയതാണ്. എന്നാൽ നമുക്കിത് ഇച്ചിരി കുറച്ചുകൂടെ വലുതാക്കി ചെയ്യാം. വലുതാക്കി ചെയ്തിട്ട് നമുക്ക് പില്ലോ കവറിലോ കുഷ്യൻ കവറിലോ ഒക്കെ ചെയ്താലും നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയും നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ ഷീഫ് സ്റ്റിച്ച് വെച്ച് നമുക്കിനി ഒരുപാട് വേറെ ഐഡിയാസ് ചെയ്യാനുണ്ട്. നെക്ക് ഡിസൈനിലും യോക്ക് പോർഷനിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനത്തെ വീഡിയോ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഇടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്